പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ ഇസ്രയേൽ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും തൊടുത്ത ഇറാൻ ഇന്ന് പുലർച്ചെയോടെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം. ഇറാനിൽ നിന്നും സഖ്യരാജ്യങ്ങളിൽ നിന്നുമാണ് ഡ്രോൺ തൊടുത്തത്. ഇസ്രയേൽ സേന ഡ്രോൺ മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചു. കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ശില്പ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ശില്പ, മറ്റൊരു യുദ്ധഭീതിയിലാണ് ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഔദ്യോഗികമായ വിലയിരുത്തലുകൾക്കും പ്രഖ്യാപനങ്ങളും സ്ഥിരീകരണങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. നിലവിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പിന് അപ്പുറത്തേക്ക് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? കവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏപ്രിൽ മാസം 7-ാം തീയതി ആയിരുന്നു ഈ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇറാന്റെ സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിന്, വ്യോമാക്രമണത്തിന് പ്രതികാരം എന്നതിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് ഈ ഇറാൻ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലേക്ക് വലിയ തോതിലുള്ള മിസൈൽ ആക്രമണമാണ് നടത്തിയത്. ഇറാൻ, തെല്ലവീവ്, ജെറുസലം ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നഗരങ്ങളിലാണ് വ്യോമാക്രമണവും അതുപോലെ തന്നെ സൈറണുകളും അടക്കം നടത്തിയിരിക്കുന്നത്. ഈ വലിയ തോതിലുള്ള ഡ്രോണുകളുടെ ആക്രമണമാണ് ഇപ്പോൾ പ്രധാനമായും ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയിരിക്കുന്നത്. ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം ഇതിന് വലിയ തിരിച്ചടി നൽകുമെന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ ഈ ഒരു ഇറാൻ സംഘർഷത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേഖലയുടെ സുരക്ഷയും സമാധാനത്തെയും ബാധിക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഘർഷം ഒഴിവാക്കി നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യക്കാരുമായി എംബസികൾ സമ്പർക്കത്തിലുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി ശില്പയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.